ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് ആരാണ്? അതാരാണ്? മാധവ് ഗാഡ്ഗിൽ അർഹനായത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? അത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അടുത്തത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? അതാരാണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ നീലകണ്ഠ് മിശ്ര. നീലകണ്ഠ് മിശ്രയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളായിട്ടുള്ള എവറസ്റ്റ്, എൽബ്രസ്, കിളിമഞ്ചാരോ തുടങ്ങിയ പർവ്വതങ്ങൾ കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള വനിത ആരാണ്? അത് ചോൺസിംഗ് ആത്മോ. ചോൺസിംഗ് ആത്മോ എന്നാണ് ആ വനിതയുടെ പേര്. ഹിമാചൽ പ്രദേശ് സ്വദേശിനിയാണ്. അടുത്ത് 66 അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത രാജ്യത്തെ ആദ്യത്തെ കടലാസ് രഹിത ജില്ലാ കോടതി ഏതാണ്? അത് കൽപ്പറ്റയാണ് കേട്ടോ. കൽപ്പറ്റ ജില്ലാ കോടതിയാണ് രാജ്യത്തെ ആദ്യത്തെ തന്നെ കടലാസ് രഹിത ജില്ലാ കോടതി. അടുത്ത് പിപ്രഹ്വ തിരുശേഷിപ്പുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ശ്രീ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക ആരോഗ്യ ദിനം എന്നാണ്? അത് ഏപ്രിൽ 7-നാണ്. 2025 ലോക ആരോഗ്യ പ്രമേയം എന്താണ്? അത് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഹെൽത്തി ബിഗിനിങ്സ് ആൻഡ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്.